പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ എത്തുന്നു. കോഴിക്കോട് സ്വകാര്യ ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്കുന്നൊരു വാർത്ത എത്തുന്നുണ്ട്. കോരപ്പുഴയ്ക്ക് സമീപമാണ് കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ഒരു സ്വകാര്യ ബസ് മറിഞ്ഞത്. ബസ് ടിപ്പർ ലോറിയിൽ ഇടിച്ച് മറിയുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി AK അഭിലാഷ് ചേരുന്നു. AK അഭിലാഷ്, എപ്പോഴായിരുന്നു സംഭവം? തലശ്ശേരി ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ ദിശയിൽ പോവുകയായിരുന്ന ടിപ്പർ ലോറിയുടെ പിൻവശത്ത് ഇടിച്ചാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ബസ്സും അതോടൊപ്പം തന്നെ ഈ ടിപ്പർ ലോറിയും മറിഞ്ഞിട്ടുണ്ട്. ഈ ബസ്സിന് പിന്നാലെ വന്ന യാത്രക്കാർ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ അപകടം ഒന്ന് പറയാമോ? അപകടത്തിനെ കുറിച്ചൊരു കറക്റ്റ് വ്യക്തമായിട്ടുള്ള ഞങ്ങൾ വരുന്നവർ നമ്മൾ നേരെ ഒരു മിനിറ്റ് മുന്നെയാണ് നമ്മളെ വണ്ടി ഉണ്ടായത്. ബാക്കിൽ നേരെ വണ്ടി ചെരിയുന്നതാണ് കണ്ടത്. ഇൻ കേസ് അതിൻ്റെ ബാക്കിൽ അടിച്ചതാവാൻ ചാൻസ്. ലോറിൻ്റെ അമിത വേഗത തന്നെയാണ് സംഭവം. വണ്ടി വീകുന്ന് പുക പോകുന്ന കാണുന്ന ഞങ്ങൾ നേരെ പോകുന്ന നമ്മൾ മാക്സിമം നമ്മളെ വണ്ടിയിൽ നിന്നാണ് ഫസ്റ്റ് റെസ്ക്യൂ തുടങ്ങിയത്. എടുത്തെടുത്ത ആൾക്കാരെ കൊണ്ടുപോയി നോർമലി നല്ല പരിക്കാണ്. ഒരു 5-6 ആൾക്കാണ് നല്ല പരിക്കുണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും 2-3 ആൾക്ക് ബോധമില്ല. അങ്ങനത്തെ കേസിലാണ് കണ്ടത്. എപ്പോഴാണ്? ഇപ്പോൾ കുറച്ച് ആയിട്ട് നമ്മളെന്താണ് പോലീസിനെ വിളിച്ചത്. ഇവിടുത്തെ ആർക്കും പെട്ടെന്ന് സ്റ്റക്കായിട്ട് ആരും പോലീസിനെ വിളിച്ചാൽ നമ്മളെ കൂട്ടത്തിലുള്ള നമ്മളൊരു ഫ്രണ്ട് എന്നാണ് പോലീസിനെ വിളിച്ചത്. അപ്പോൾ നമ്മളെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടായിരുന്നു ചെയ്തത്. ഏതാണ്ട് 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ 15 പേർക്ക് കാര്യമായ പരിക്കേറ്റിട്ടുണ്ടെന്നും ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കോഴിക്കോട് വടകര റൂട്ടിലേക്ക് നാഷണൽ ഹൈവേ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ റോഡിലൊക്കെ വീട് കിടക്കുന്ന രക്തമുണ്ട്. അത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കഴുകുകയാണ്. നിരവധി പോലീസുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും 8:55 കൂടിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. തലശ്ശേരി ഭാഗത്തു നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന കനിക ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോകുകയായിരുന്ന ടിപ്പർ ലോറിയുടെ പിൻവശത്ത് ഈ ബസ് ഇടിച്ചു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അമിത വേഗതയിലായിരുന്നു ബസ് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. 30ഓളം പേർക്ക് ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിൽ 15 പേർക്ക് കാര്യമായ പരിക്കേൽക്കുകയും അതോടൊപ്പം തന്നെ 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കോരപ്പുഴയ്ക്ക് സമീപമാണ്. അഭിലാഷ്, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആ ബസ്സിന് വേഗപ്പൂട്ടടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് പരിശോധിക്കണം. RTO നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ പരിശോധന അവിടെ നടക്കുന്നുണ്ടോ, അവരുടെ പ്രതികരണം കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ വടക്കൻ കേരളത്തിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകളിൽ പലരും വേഗപ്പൂട്ടടക്കം ഉപയോഗിക്കാറില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബസ്സിനും അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത് എന്നതുകൂടി നോക്കണം. അമിത വേഗതയിലായിരുന്നു ബസ് എന്നാണ് മനസ്സിലാക്കുന്നത്. 30 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന് 15 പേർ ആശുപത്രിയിലാണ്. 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോരപ്പുഴയ്ക്ക് സമീപമായിരുന്നു തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നിരുന്ന സ്വകാര്യ ബസ്. അതേ ദിശയിൽ തന്നെ പോകുന്ന ടിപ്പർ ലോറിയുടെ പുറകിലിടിച്ചു മറിഞ്ഞത്. ആ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്.